ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉണ്ടല്ലോ ഒരു സവോള ഒരു കിഴങ്ങ് ഇരിപ്പുണ്ട്. ഈ കിഴങ്ങ് സവോളയും കൊണ്ട് ഒരു അടിപൊളി ബജിയ ഉണ്ടാക്കാൻ പോവാണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്തുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ ബജിയ, അതായത് നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ആയിട്ട് കഴിച്ചോക്കാം. നമ്മളിപ്പോ ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബജി ഉണ്ടോ, കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ നല്ല കടിക്കുമ്പോ നിൽക്കാം. പൊട്ടറ്റോ ഒനിയൻ ബജിക്ക് വേണ്ടിയിട്ട് നമ്മളിത് പൊട്ടറ്റോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ വേഗത്തില്ല. ഈ പരുവത്തിന് നമുക്ക് അരിഞ്ഞെടുക്കണം. കണ്ടോ, ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ഈ രീതിക്ക് അരിഞ്ഞെടുത്താലേ നമ്മുടെ സവോളയായിട്ട് ഇത് കിടന്ന് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ വേഗത്തുള്ളൂ. ഈ രീതിക്ക് അരിഞ്ഞണം കേട്ടോ, തീരെ തിന്നായിട്ട്. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ എണ്ണ ഇടുമ്പം സവോള കരിഞ്ഞും പോകും, ഇത് വേഗത്തുമില്ല. ഈ രീതിക്ക് അരിഞ്ഞെടുക്കണം. ഈ സവോള അരിയുന്നത് കാണിക്കാവേ. സവോളയും തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുണ്ട്, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ എല്ലാം കൂടെ മിക്സ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒന്നിച്ച് കിടന്നത് വേഗത്തുള്ളൂ. രണ്ടും തിന്നായിരിക്കണം. ഉണ്ട്, ഈ പരുവത്തിന് അരിഞ്ഞെടുക്കണം മൊത്തം. ഇതും കൂടെ നമുക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും കൂടെ ചേർക്കുന്നു. അതും നമ്മൾ ഇതിൻ്റെ വലുപ്പത്തിൽ തന്നെ അരിയണം, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് ചോപ്പ് ചെയ്തിടാവേ. അത് ഈ പരുവത്തിന് അരിയുക. പച്ചമുളകും അത് കണക്ക് തന്നെ ചോപ്പ്. ഈ രീതിക്ക് പച്ചമുളക് എടുക്കണം. ഇതാണ് നമ്മൾ കിഴങ്ങ് സവോളയും കൂടെയുള്ള ബജിയായിക്ക് വേണ്ടത്. ഈ പരുവത്തിന് തന്നെ അരിഞ്ഞെടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ കൂട്ട് കേട്ടോ. ഈ കറിവേപ്പിലയും കൂടെ ഇടും. അതിന് ശേഷം നമ്മൾ മസാല ഇടുന്ന പിന്നെ കാണിക്കാം. ഇതിപ്പോൾ അരിയെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേണ്ട നമ്മൾ സവോള, കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, നമ്മളൊരല്പം കറിവേപ്പിലയും കൂടി ഇടുവാണേ. കറിവേപ്പിലയും കൂടി ഇട്ടു. അതിന് ശേഷം ഒരല്പം മഞ്ഞപ്പൊടി ഇട്ടു. നമ്മുടെ ഇതിൻ്റെ കളറെന്ന് പറയുന്നത് മുളക് പൊടിയാണ്. നമ്മളിതിൻ്റെ കളറെന്ന് പറയുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു അല്പം ഇട്ടു. ഇതിന് ശേഷം ഒരല്പം കായം ഇടുവാണേ. നമ്മുടെ ഈ ബജിയയ്ക്കൊക്കെ കായമൊക്കെ ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരല്പം കായം കൂടി ഇട്ടു. ഇതിന് ശേഷം നമ്മളൊരല്പം കടലമാവ് നമ്മൾ ഇടുവാണേ. കടലമാവ്, ഒരല്പം ജീരകം, ഒത്തിരി ജീരകം വേണ്ട, ഒരല്പം ജീരകം, ഒരു ടേസ്റ്റിന് മാത്രം ഒരല്പം ജീരകം. ലേശം അരിപ്പൊടി ഇടുവാണേ, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ലേശം അരിപ്പൊടി. ശേഷം ഒരല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുവാണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മൈദ, ഒത്തിരി ഇടണ്ട, അല്പം മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരല്പം കോൺഫ്ലവറും കൂടി ഇടുന്നുണ്ട്, ഒരല്പം കോൺഫ്ലവർ. ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം മൈദയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമ്മൾ ഈ ഒരു പിടി പറ്റണം, ആ പരുവത്തിനുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവേ. നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് മിക്സ് ആവണം. ഇപ്പം കേട്ടോ, നമ്മൾ ഈ പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. ഒത്തിരി വെള്ളം ആകരുത്. ഇത് കണ്ടോ, അപ്പം നമുക്ക് ബജി അത് ഇങ്ങനെ എടുത്ത് ഇടാൻ പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. ഉണ്ടോ, ഈ പരുവത്തിന് കുഴച്ച് ഒരു 20 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റിന് വെക്കണേ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ തുടങ്ങും. ഇതൊന്ന് സോഫ്റ്റ് ആകണം.
അപ്പൊ അതേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബജി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് പാലക്കൊക്കെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ പാലക്ക് ബജിയാവും. എന്നാൽ എന്ത് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയൊക്കെ ക്യാബേജ് ചേർക്കാം, പാലക്ക് ചേർക്കാം. നമ്മൾ ഇതിനകത്ത് കളറിന് വേണ്ടി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ചില ആളുകൾ റെഡ് കളർ ചേർക്കും. എപ്പോഴും നല്ല ചൂട് എണ്ണ വേണം ഇത് ഇടാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ച് തിരിച്ച് ഇട്ട് കൊടുത്താൽ ഇത് നല്ലതായിട്ട് വേഗത്തുള്ള. ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത്. നമ്മുടെ കേരളത്തിലൊന്നും അധികം ഇല്ല. ഇതിൽ നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലും ഈ ബജി ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. നമ്മൾ ഇതിനകത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് ചേർക്കണം. ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. എന്നാലേ നമ്മുടെ ഈ ബജിയ അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വേകണം. കേട്ടെ, അപ്പൊ നമ്മുടെ ബജിയ ഉണ്ടല്ലോ ഒരു 3/4% വേവായിട്ടുണ്ട്. ശകലവും കൂടെ ക്രിസ്പി ആകണം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു കടക്ക് സ്വരം കേൾക്കുന്നുണ്ട്, കടക്കടകയെന്നുള്ള സ്വരം കേൾക്കുന്നുണ്ട്. ശകലവും കൂടെ വേകണം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എടുത്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് കണ്ടോ, അത് ശകലവും കൂടെ ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ. കാരണം നമ്മുടെ ബജിയ നല്ല റെഡ് കളറായിട്ടുണ്ട്, നല്ല കടക്കായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. നല്ല അടിപൊളി ഫ്രൈ ആയിട്ടുണ്ട്. ഉണ്ടോ, ഇടുമ്പം തന്നെ നല്ല സ്വരമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ശംഖുപ്പനും മീനും കൂടെ ആണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നല്ല അടിപൊളി ബജിയാണ്. പൊട്ടറ്റോ സവോള വട. ഉണ്ടോ, ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവേ. നല്ല അടിപൊളി ബജിയ. അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ബജിയ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബജിയ നമുക്ക് കഴിച്ചു നോക്കാം. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു മോനെ. ഉണ്ടോ? ഓക്കെ, കഴിച്ച് കാണിച്ചേ. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് മുക്കിയിട്ടാണ്. മോളും കൂടെ ഒന്ന് കഴിച്ചു നോക്കിയേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അടിപൊളി. അതൊന്ന് പൊട്ടിച്ച് ഒന്നും കൂടെ കാണിച്ചേ. സൂപ്പർ. ഓക്കെ.